ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസറ്റ് എന്താണെന്നും അസറ്റിന്റെ വിവിധ രൂപങ്ങൾ, അതായത് 2 ടൈപ്പ് അസറ്റ് ഉണ്ടെന്നും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണവും പഠിച്ചിട്ടുണ്ട്. കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, ഇങ്ങനെ 2 അസറ്റും. ആ കറണ്ട് അസറ്റിന് ഉദാഹരണം പഠിച്ചു, ഫിക്സഡ് അസറ്റിന് ഉദാഹരണം പഠിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ആ സംഗതിയെ വീണ്ടും നമ്മൾ 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ 4 ടൈപ്പാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കണക്കൊക്കെ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഭാഗത്തുള്ളത് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക, പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇന്ന് തന്നെ അത് പഠിച്ച് അത് ഹൃദ്യസ്ഥമാക്കുക. ഓക്കെ, അതായത് മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്ക്. നമ്മൾ അന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണ് പറയുന്നത്. അന്ന് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നുള്ള രണ്ടാമത്തെ അസറ്റിന്റെ കാറ്റഗറിയെ കുറിച്ചാണ് സംസാരിച്ചത്. ആ ഫിക്സഡ് അസറ്റിനെ 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയായിട്ട്? 4 ആയിട്ട്. ഫിക്സഡ് അസറ്റ് എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടോ? അത് മറന്നു പോകാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായിട്ടുള്ള അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് മിനിമം ഒരു വർഷത്തേക്കെങ്കിലും ഒരു മാറ്റവും കൂടാതെ ആ സ്ഥാപനത്തിൽ അസറ്റ് ഉണ്ടായിരിക്കും. എന്തിനാണ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ഈ അസറ്റ് അത്യാവശ്യമാണ്. അതിന് ഉദാഹരണമായിരുന്നു ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, പിന്നെ വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം, അതായത് വെഹിക്കിൾസ്, ഇതൊക്കെ നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞതാണ്. ഇനി അഗെയിൻ ദീസ് ഫിക്സഡ് അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. ഓക്കെ, നമ്മൾ നോക്കുക ഏതാണെന്നുള്ളത്. ഒന്നാമത്തത് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്? നിങ്ങൾ നോക്ക്, ടാഞ്ചിബിൾ അതായത് ഒരു അസറ്റിനെ നിങ്ങൾക്ക് തൊടാനോ കാണാനോ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിനൊരു കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള എല്ലാ ഫിക്സഡ് അസറ്റിനെയും നമുക്ക് എന്തിൽ പറയാം? ടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്ക്, ഫിക്സഡ് അസറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ തൊടാനും കാണാനും പറ്റുന്ന അസറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൊടാൻ പറ്റുന്ന അസറ്റാണ് ലാൻഡ്, തൊടാൻ പറ്റുന്ന അസറ്റാണ് ബിൽഡിംഗ്, തൊടാൻ പറ്റുന്ന അസറ്റാണ് വെഹിക്കിൾ, തൊടാൻ പറ്റുന്ന അസറ്റാണ് മെഷീനറി, ഫർണിച്ചർ. ഓക്കെ, ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കാണാനും തൊടാനും പറ്റും. അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തിൽ പെടുന്നതാണ്? ടാഞ്ചിബിൾ അസറ്റിൽ പെടുന്നതാണ്. An asset which have a definite shape and we can see that, touch that particular asset is called tangible asset. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, അതിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഇത്രയും ഉള്ള ഫിക്സഡ് ആയിട്ടുള്ള അസറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ടച്ച് ചെയ്യാൻ പറ്റും, സീ ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ് ഷേപ്പ് ആ അസറ്റിന് ഉണ്ട്. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റിനെ നമുക്ക് അത് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഉദാഹരണം ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, ഫർണിച്ചർ പറഞ്ഞു അല്ലെ, വെഹിക്കിള്, ഇത്രയും കാര്യങ്ങൾ എന്തിന് ഉദാഹരണമാണ്? ടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ബാക്കൗട്ട് വന്നിട്ട് അതൊന്നുകൂടി കേട്ടാൽ മതി. ക്ലിയർ? രണ്ടാമത്തെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണോ ടാഞ്ചിബിൾ പറഞ്ഞത്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടാഞ്ചിബിൾ അസറ്റ്. ദാറ്റ് മീൻസ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമുക്ക് തൊടാൻ പറ്റില്ല, കണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയും ചില അസറ്റുകൾ സ്ഥാപനത്തിൽ ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്? ടച്ച് ചെയ്യാൻ പറ്റില്ല, സീ ചെയ്യാൻ പറ്റില്ല, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ ഇവിടെ എഴുതാം, അതിനുശേഷം ഞാൻ ഉദാഹരണത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഗുഡ് വിൽ, ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താ ഗുഡ് വില്? നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇതിന് നമുക്ക് റെപ്യൂട്ടേഷൻ, സൽപ്പേര്,
അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തി, ഫേമസ് ആണ് എന്നൊക്കെ പറയൂലേ, അതാണ് ആക്ച്വലി ഗുഡ് വിൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ അല്ലെ കേൾക്കുമ്പോൾ തന്നെ ആ സ്ഥാപനത്തിനെ പറ്റി നമുക്ക് മനസ്സിൽ വരുന്നു, ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിൽ വരുന്നു, ആ സ്ഥാപനത്തിന്റെ പരസ്യം ഉണ്ടെങ്കിൽ ആ പരസ്യത്തിൽ അഭിനയിച്ച ആളെ മുഖം വരുന്നു, ആ പരസ്യം നമ്മളെ ഉള്ളിലേക്ക് കയറി വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. അത് ഫേമസ് ആണ് എന്നാണ് അർത്ഥം. അതിന്റെ പ്രൊഡക്റ്റ് വളരെ സർവ്വവ്യാപിയാണ് എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള ബിസിനസ്സിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സിനെ നമുക്ക് എന്ത് പറയാം? നല്ല ഗുഡ് വിൽ ഉണ്ട് എന്ന് പറയാം. ബിസിനസ്സിനെ പറയുന്നതല്ല, അത്തരത്തിലുള്ള ബിസിനസ്സിന് നല്ല ഗുഡ് വിൽ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അതൊരു അസറ്റാണ്. നിങ്ങൾ നോക്ക്, ഓരോ സ്ഥാപനത്തിനും മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. എന്ത് വില? മീൻസ് പ്രൈസ്, മോണിറ്ററി വിലയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത്? അതിനൊരു വാല്യൂ ഉണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം നമ്മൾ പറയുമ്പോൾ തന്നെ, ഇപ്പോൾ ഐഫോൺ, അതിന് വളരെ വലിയ വാല്യൂ ഉണ്ട് അല്ലേ? മറ്റേത് ഫോൺ എടുക്കുന്നതിനേക്കാളും അതിനേക്കാൾ എത്രയും മികച്ച വാല്യൂ ആക്ച്വലി എന്തിനുണ്ട്? അതായത് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഈ ഐഫോണിനുണ്ട്. ഐഫോണിന്റെ എംബ്ലം നമ്മളെ മനസ്സിൽ വരും, ആ ആപ്പിള് പകുതി കടിച്ചത് അല്ലേ, ആ ഫോണിന്റെ ഷേപ്പ് നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ഇനി ഒരു വാഹനത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് വരും. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ ഫോണ് എന്നുള്ള സാധനം തൊട്ട് കാണിക്കാൻ പറ്റും. ആ ഐഫോണിന്റെ ആ റെപ്യൂട്ടേഷൻ, ആ പ്രശസ്തി, ആ സൽപ്പേര്, ആ ബ്രാൻഡ് നെയിം, അത് നമുക്ക് ഇങ്ങനെ എടുത്തു കാണിക്കാനൊന്നും പറ്റില്ല. അത്രയും ഫേമസ് എന്നുള്ള ആ സാധനത്തിന് നമുക്ക് എടുത്തിങ്ങനെ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ആ ഗുഡ് വില് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടാണ്, അസറ്റാണ്. ഓക്കെ, ആ ഗുഡ് വില്ലിന് അവരൊരു വിലയിട്ടിട്ടുണ്ട്. ആ ബ്രാൻഡ് നെയിമിന് അവരൊരു വിലയിടും. കാരണം അവർ കഷ്ടപ്പെട്ട് പൈസയൊക്കെ മുടക്കി അല്ലേ, ആൾക്കാരെ കൊണ്ട് പരസ്യത്തിലൊക്കെ അഭിനയിപ്പിച്ച് ഉണ്ടാക്കി പിക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നാ. കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി സാധനം വിറ്റ് അവരുടെ വിശ്വാസമൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് ആ മാർക്കറ്റ് ഷെയർ, അവരുടെ മാർക്കറ്റ് ഷെയർ. നിങ്ങളോട് ചോദിക്കും, ഗുഡ് വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്. ഓപ്ഷൻ ഉണ്ടാവും, ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഇങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ആ ഫിക്സഡ് അസറ്റ് അല്ലേ? ഫിക്സഡ് അസറ്റ് ആണ്. പക്ഷേ ഓപ്ഷൻ്റെ അകത്ത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്നുള്ളതിനേക്കാളും കറക്റ്റ് പ്രോപ്പർ ആൻസർ ഏതായിരിക്കും? ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് തന്നെ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം, മറന്നു പോകരുത്. അവിടെ ഫിക്സഡ് അസറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റോങ് ആൻസർ. ഓക്കെ, അപ്പം ഇതാണ്. ഇനി മൂന്നാമത്തതാണ് വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് എന്താ വേസ്റ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഗതി വേസ്റ്റ് ആകുക, അതായത് കാലഹരണപ്പെടുക, അല്ലെങ്കിൽ ഉള്ളത് പിന്നെ ഉപയോഗശൂന്യമാകുക അല്ലേ, എക്സോസ്റ്റഡ് ആവുക, എക്സ്പയർഡ് ആവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു അസറ്റ് എന്താണ്? ഉപയോഗിച്ച് കുറേ കാലം കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി എക്സോസ്റ്റഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എക്സ്പയർഡ്. ആ ബാക്കിയുള്ള സാധനം ഉപയോഗിച്ചിപ്പോൾ അതെന്തായി? ഒരു ഭാഗം തീർന്നു. ഇനി ബാക്കിയുള്ളതിനെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. അതെന്തായി? ഉപയോഗശൂന്യമായി. നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സ്ഥിതി ഒന്നും ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു സാധാരണ കടയുടെ സ്ഥിതി ഒന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന് ഉദാഹരണം നിങ്ങൾക്ക് കിട്ടില്ല, പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ഉദാഹരണമാണ് ഓയിൽ. അതായത് പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ അല്ലെ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാ. ഇങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ ഇത് കുറെ കാലം കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വൈകാതെ തീരും. ഇതെങ്ങനെ ഉണ്ടായത്? അതിന്റെ കഥയൊക്കെ പറയണോ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. എന്നാൽ ഞാൻ ജസ്റ്റ് പറയാം. ഈ പെട്രോളിയം, പിന്നെ ഡീസൽ, മണ്ണെണ്ണ, ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. നേരിട്ട് ഇങ്ങനെ കുഴിച്ചപാട് പെട്രോൾ അല്ല കിട്ടുന്നത്. കുഴിച്ചെടുക്കുമ്പോൾ അതിനെ പിന്നെ അതിൻ്റെ ഒരു കറുത്തുരുണ്ട ഒരു കരി പോലത്തെ, താറ് പോലത്തെ ഒരു സാധനം കിട്ടുക. ഓക്കെ, കൽക്കരിൻ്റെ ഒക്കെ മിക്സഡ് ആയിട്ടുള്ള സാധനം, ക്രൂഡ് ഓയിൽ എന്നൊക്കെയാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഇതൊക്കെ വേർതിരിച്ച് വലിയ ഫാക്ടറിയിൽ കൊണ്ടുപോയി മെഷീനിലാക്കിയിട്ട് വേർതിരിച്ചെടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാ ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ വന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ദിനോസർ പോലെയുള്ള വലിയ വലിയ മൃഗങ്ങളും ഒക്കെ ഭൂമിന്റെ അടിയിൽ ചത്തുമലച്ച് ഭൂമി വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഭൂമി കുലുക്കവും ഒക്കെ ഉണ്ടായി എൻ്റെ അടിയിൽ അങ്ങനെ പെട്ട് അടിയിലെത്തി. എന്നിട്ട് അവരുടെ ഫോസിൽ, എല്ലിൻ്റെ ഒക്കെ മുകളിൽ നിന്നുണ്ടായ പവർ, എനർജി അല്ലേ, അതാണിത്. ആക്ച്വലി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
അതിൽ നിന്നാണ് അത് നമ്മൾ കുഴിച്ച് വലിച്ചെടുക്കുകയാണ്. എത്ര വർഷങ്ങളായി ഇങ്ങനെ കുഴിച്ചെടുക്കുന്നില്ലേ, എന്നിട്ടും അത് തീർന്നിട്ടില്ല. വർഷങ്ങളായി. ഒരു രാജ്യത്ത് മാത്രം എത്ര കോടിക്കണക്കിന് ലിറ്റർ ബാരൽ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പെട്രോൾ ഡീസലൊക്കെ. അപ്പൊ അത്രത്തോളം ജീവജാലങ്ങൾ ഭൂമിന്റെ അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൺമറഞ്ഞു പോയിട്ടുണ്ട്. അത് നിങ്ങൾ ഓർമ്മിക്കണം. അതിന്റെ ഫോസിൽ നിന്നൊക്കെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള സാധനങ്ങൾ കുഴിച്ച് വലിച്ചെടുക്കുന്നത്. പക്ഷേ ഒരു 2035, 40 ആകുമ്പോഴത്തേക്ക്, അതായത് ഇനി അടുത്തൊരു 10-25 വർഷം കൊണ്ട് ഇതൊക്കെ കുറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. ഇനി കുറഞ്ഞു പോകും. 10-50 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് തീരാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അപ്പോഴത്തേക്ക് പുതിയ അവിടെ ഇവിടെയൊക്കെ കണ്ടെത്തുമായിരിക്കും, അത് വേറെ, കംപ്ലീറ്റ് തീരില്ലായിരിക്കാം. പക്ഷേ നമ്മൾ എല്ലാ ലോകരാജ്യങ്ങളും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ തീരുമാനം എന്ന് പറഞ്ഞാൽ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ച് അതിൽ നിന്നുള്ള പുക പോലെയുള്ള മാലിന്യങ്ങൾ, കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ നിരന്തരം പുറന്തള്ളി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചൂട് വല്ലാതെ കൂടിയത്, മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായത്, മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടായത്, ജീവജാലങ്ങൾക്കൊക്കെ ഭീഷണിയായത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മഞ്ഞുരുകാൻ തുടങ്ങി, കാലാവസ്ഥ വ്യതിയാനം വന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ലോകരാജ്യങ്ങൾ കംപ്ലീറ്റ് ഒരു തീരുമാനത്തിലെത്തി. എന്താ തീരുമാനം എന്ന് പറഞ്ഞാൽ, 2040 കൂടി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുന്ന ഈ മാലിന്യം എമിഷൻ, ഈ പുറന്തള്ളൽ, അത് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഇന്ത്യയും അതിൽ ഈ കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കാളിയായിരുന്നു. നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 2040 ആകുമ്പോഴത്തേക്ക്, അതായത് ഇപ്പോൾ 24 16 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഒരൊറ്റ പെട്രോളിയം ഡീസൽ വാഹനങ്ങൾ നിരത്തിലുണ്ടാവില്ല എന്നാണ് നമ്മുടെ തീരുമാനം, ഗവൺമെന്റിന്റെ തീരുമാനം. കാലാവസ്ഥ ഉച്ചകോടിയിൽ നമ്മൾ ഉറപ്പ് കൊടുത്ത, അതായത് അടുത്ത 16 വർഷം കൊണ്ട് പെട്രോളിയം ഡീസൽ വെച്ച് ഓടുന്ന വാഹനങ്ങൾ നിരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ നോക്ക്, എല്ലാം ഇലക്ട്രിക് ആയില്ലേ, അതിന്റെ തുടക്കമാണത്. ഇനിയിപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, വർദ്ധിച്ചു വരും. അപ്പോൾ ഇതാണ് കഥ. ഇത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. നേരത്തെ ഞാൻ കഥയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കി കളഞ്ഞാൽ മതി, കേൾക്കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനിയാണ് വേസ്റ്റിംഗ് അസറ്റിനെ കുറിച്ച്. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഓയിൽ. ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്, ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ, കുറെ കഴിയുമ്പോൾ ഇതെന്താവും, പിന്നീടുള്ളത് വേസ്റ്റായി മാറും. ഓക്കെ, അത് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് പോയി പോകും. അതിന് നമ്മൾ പറയാ എക്സോസ്റ്റഡ് എന്നാ, EXHAUSTED, എക്സോസ്റ്റഡ് ടു ദി എക്സ്റ്റെൻഡ്, എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ഓഫ് എക്സ്ട്രാക്ഷൻ. ഇതൊന്നും കണ്ടിട്ട് ഞെട്ടണ്ട കേട്ടോ. എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ അതിന്റെ കാലാവധി തീരും, അല്ലെങ്കിൽ അത് എക്സ്പയർഡ് ആകും അല്ലെ, കാലാവധി തീരും. ടു ദി എക്സ്റ്റെൻഡ് ഓഫ്, ഒരു പരിധി കഴിഞ്ഞാൽ. എക്സ്ട്രാക്ഷൻ, നിരന്തര ഉപയോഗത്തിലൂടെ ഒരു പരിധി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പിന്നെ ഉപയോഗശൂന്യമാകും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇതാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിന്റെ കേസിലൊന്നും എടുത്താൽ കാണില്ല. നമ്മൾ കച്ചവടം എന്ന് പറയുമ്പോൾ എല്ലാം പെടുമല്ലോ. അപ്പോൾ ഇത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, ഇങ്ങനെ മൈനിങ് ഒക്കെ ചെയ്ത് എടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണ് ഇതെന്താകുക, ആപ്ലിക്കബിൾ ആകുക. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. ഇതാണ് മൂന്നാമത്തെ ഫിക്സഡ് അസറ്റ്. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ഫിക്സഡ് അസറ്റിലേക്ക് പോവുകയാണ്. ഞാൻ ഇതൊക്കെ മായ്ച്ചിട്ടുണ്ട്, നിങ്ങളത് എഴുതിയെടുക്കണം. പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുക്കുക എല്ലാവരും. നാലാമത്തത് ലാസ്റ്റ് ആണ്, പ്രിലിമിനറി എക്സ്പെൻസ്. നാലാമത്തതാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. PRELIMINARY, എക്സ്പെൻസസ്. പ്രിലിമിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ളത്, ആരംഭഘട്ടത്തിലുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. പ്രിലിമിനറി അതായത് നമുക്ക് ഒരു സ്ഥാപനം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നാളെയാണ് അതിന്റെ പ്രവർത്തനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നാളെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നലെ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് വരെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. ആ സെറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ചെലവായിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ എന്തൊക്കെ സെറ്റ് ചെയ്യണം അല്ലേ, അതിന്റെ ലൈസൻസ് അപേക്ഷിച്ചിട്ട് അത് കിട്ടുന്നത് മുതൽ, പിന്നെ ആ ബിൽഡിംഗ് നമുക്ക് വേണ്ട രൂപത്തിലാക്കി എടുക്കുന്നത് മുതൽ, ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫർണിഷ് ചെയ്യുന്നത് മുതൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ അതിലേക്ക് മേടിച്ച് കൊണ്ടുവെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇനി അഥവാ ബിൽഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഒക്കെ എടുക്കേണ്ടി വരും, അത് വേറെ കാര്യം, അതൊക്കെ തുടക്കത്തിലുള്ളത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിശ്ചിത പൈസ ചെലവ് വരും അല്ലേ, അല്ലെങ്കിൽ പിന്നെ പണത്തിൻ്റെ ആവശ്യം അവിടെയൊക്കെ വരും. ഇതിനെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് നിങ്ങൾ എക്സ്പെൻസ് എന്ന് കേൾക്കുമെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ബിൽഡിംഗ് എടുക്കുന്നത് ആ ബിസിനസ്സിൻ്റെ ആജീവനാന്തത്തേക്ക് വേണ്ടിയിട്ടാണ്. അതായത് ആ ബിസിനസ് എത്ര കാലം നിൽക്കുമോ അത്രയും കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് എടുക്കുന്നത്. അല്ല ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ 10 ദിവസത്തേക്കോ 1 മാസത്തേക്കോ 2 കൊല്ലത്തേക്കോ ആണോ ബിൽഡിംഗ് എടുക്കുന്നത്? ഒരിക്കലുമല്ല. അത് ശാശ്വതമായിട്ട് എടുത്ത് വെച്ച സാധനം. പക്ഷേ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. എങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെലവാക്കിയ പൈസയെ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ലൈസൻസ് പോലെയുള്ള സാധനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയിട്ടുള്ള പൈസയെ തുടക്കത്തിലുള്ള ചെലവ് എന്ന് പറയാം. ഇത് ചെലവാണെങ്കിൽ കൂടെ നമ്മളതിനെ ചെലവായിട്ടല്ല കണക്ക് കൂട്ടുക, അതൊരു അസറ്റായിട്ടാണ് കണക്ക് കൂട്ടുക. ഉദാഹരണത്തിന് നമ്മൾ തുടക്കത്തിൽ ഒരുപാട് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നു, പരസ്യം ചെയ്യുന്നു. ഒരു 1 lakh റുപ്പീൻ്റെ പരസ്യം നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ബിസിനസ് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതുവരെയുള്ള സമയം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 1 lakh എന്ന് പറയുന്നത് ഒരൊറ്റ ചിലവായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ADVTന്ന് ചുരുക്കി എഴുതിയാണ്. അഡ്വർടൈസ്മെൻറ്റ് 1 lakh എന്ന് ഇങ്ങനെ എഴുതിയല്ല വെക്കുക. പകരം ആ 1 ലക്ഷത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് നമുക്ക് പല വർഷങ്ങളോളം അതിൻ്റെ എഫക്റ്റ് ഗുണം കിട്ടും അല്ലേ. അതിൻ്റെ ഗുണം ഓരോ വർഷവും ഇങ്ങനെ കയറി വരിക ചെയ്യുക. നമ്മൾ ആ തുടക്കത്തിൽ ഇങ്ങനെ അതിനെ പുഷ് ചെയ്ത് നാട്ടുകാരെ മൊത്തം അറിയിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് വർഷങ്ങളോളം കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ വരുമാനം കിട്ടും. 5ാമത്തെ കൊല്ലം നമ്മൾ പുതിയതായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, പുതിയ ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലേ. അയാളിപ്പം വീഡിയോ ചെയ്യണം എന്നൊന്നുമില്ല. അതൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഗുണം നമുക്ക് ഭാവിയിലും കിട്ടിക്കൊണ്ടിരിക്കും, അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പല കമ്പനികളുടെയും പരസ്യം ഇന്ന് നമ്മളെ മൈൻഡിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷേ ആ പരസ്യങ്ങളൊന്നും ഇപ്പം ചിലപ്പോൾ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് അറ്റ്ലസ് ജ്വല്ലറി എന്ന് മറ്റൊരു പരസ്യം നിങ്ങൾ കാണല്ലേ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അത് മൈൻഡിലുണ്ടാവും. പിന്നെ കുറച്ച് മുന്നേ എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഉള്ള ഒരു പരസ്യമായിരുന്നത്, വന്നല്ലോ വന്നല്ലോ വനമാല വന്നല്ലോ വസ്ത്രവർണ്ണങ്ങൾക്ക് വെണ്മ കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പരസ്യം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു വസ്ത്രങ്ങൾക്ക് കളർ വരുന്ന ഒരു സാധനം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പരസ്യമില്ല. പക്ഷേ ആ പരസ്യം നമ്മളെ മൈൻഡിലുണ്ട്. കണ്ടില്ലേ, അവരന്ന് ചിലവാക്കിയതിൻ്റെ ഗുണം അവർക്ക് ഇന്നും അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഈ 1 ലക്ഷത്തിന് ഒരു വർഷം അഡ്വർടൈസ്മെൻറ്റ് മറ്റ് നേരിട്ട് 1 ലക്ഷം എഴുതുകയല്ല ചെയ്യുക. 10,000 ഒരു വർഷത്തിൽ എഴുതി വെക്കും, അടുത്ത വർഷം 10,000 എഴുതി വെക്കും അല്ലേ. ആ ഒരൊറ്റ വർഷം 1 ലക്ഷം ചിലവാക്കിയത് ഓരോ വർഷവും 10,000 ഇങ്ങനെ എഴുതിയാണ് എന്ത് ചെയ്യുക, അതിനെ തള്ളി മാറ്റുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അടുത്ത ഒരു അസറ്റായിട്ട് പറയുന്നത് പ്രിലിമിനറി എക്സ്പെൻസസ്. അതൊരു ചിലവാണെങ്കിൽ കൂടെ അത് നമ്മുടെ ബിസിനസ്സിന് ആജീവനാന്തം ഉള്ള ഒരു മുതൽക്കൂട്ടാണ്. സോ ഇതിനെ നമ്മൾ ഒരു അസറ്റ് എന്നുള്ള രൂപത്തിലാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് അസറ്റിൻ്റെ മറ്റൊരു കാറ്റഗറി ആണെന്ന് പറയാൻ കാരണം. ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിക്സഡ് അസറ്റിൻ്റെ കാറ്റഗറി. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു നോക്ക്. ഫിക്സഡ് അസറ്റിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. അതിൽ 1 എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്. തൊടാനോ കാണാനോ ടച്ച് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള അസറ്റാണ് ടാഞ്ചിബിൾ അസറ്റ്. രണ്ടാമത്തെ അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് തൊടാനും പറ്റില്ല, കാണാനും പറ്റില്ല, ടച്ച് ചെയ്യാനും പറ്റില്ല, നമുക്ക് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് ഫേമസ്, റെപ്യൂട്ടേഷൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഗുഡ് വിൽ എന്ന് പറയുന്ന സംഗതി. ഗുഡ് വിൽ, പ്രശസ്തി. മൂന്നാമത്താണ് എന്ത്, വേസ്റ്റിംഗ് അസറ്റ്. ഉപയോഗിച്ച് ഒരു നിശ്ചിത പരിധി എത്തുമ്പോൾ അത് എക്സ്പയർഡ് ആകും, എക്സോസ്റ്റഡ് ആകും, അല്ലെങ്കിൽ കാലഹരണപ്പെടും. അങ്ങനെയുള്ള അസറ്റാണ് എന്ത്, വേസ്റ്റിംഗ് അസറ്റ്. നാലാമത്തെ അസറ്റാണ് നമ്മൾ പറഞ്ഞ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത് പേര് കൊണ്ടൊരു എക്സ്പെൻസ് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ്, ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അസറ്റ് അല്ലേ. ഇത് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അസറ്റാണ്. കാരണം ഒരിക്കൽ നമ്മൾ അത് ചിലവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് ഓരോ വർഷവും ഓരോ നിമിഷവും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, പ്രിലിമിനറി എക്സ്പെൻസിനെ ഒരു ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിക്കണം, നോക്കണം, നന്നായിട്ട് എഴുതിയും വെക്കണം. അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഇന്നത്തെ ക്ലാസ്. കാരണം ക്ലാസ് വലുതായി പോകുന്നതെന്ന് ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, മറ്റ് ടേംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും see you, bye.